അനീഷും ഷാനവാസും തമ്മിലുള്ള വഴക്കൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആദില പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ആദില ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇക്കയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ ഇക്ക ഒറ്റയ്ക്ക് കളിച്ചോ. ഞാൻ ചിലപ്പം ഇക്കയെ നോമിനേറ്റ് ചെയ്യും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, ഇനിയും ഞാൻ ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യും. ഇക്ക ഞങ്ങളെയും നോമിനേറ്റ് ചെയ്തോ. ഇതൊരു ഗെയിമാണ്. ഇക്കയുടെ അടുത്ത് എൻ്റെ ഉള്ളിൽ മനസ്സിൽ ഒരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു സ്നേഹമുണ്ട്. അത് ഇവിടുന്ന് പുറത്തിറങ്ങിയാലും അത് അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ ഒരിടത്ത് പോയി ഇരിക്കുന്നുണ്ട്. ഷാനവാസും പറയുന്നുണ്ട്, എനിക്കും എൻ്റെ മനസ്സിൽ ഞാനും നിങ്ങൾക്കൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. സോ അത് എപ്പോഴും ഉണ്ടാവുമെന്ന് ഷാനവാസും പറയുന്നുണ്ട്. ഓപ്പണായിട്ട് അവിടെ ആദില ഷാനവാസിൻ്റെ അടുത്ത് സംസാരിച്ചത് കുറച്ച് മുമ്പേ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴും വൈകി പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞത് നന്നായി. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ടത് ഈ ബിഗ് ബോസിനകത്ത് റിലേഷൻസ് ബിൽഡ് ചെയ്ത് വയ്ക്കാതിരിക്കുക. നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈവൻ ഫസ്റ്റ് സീസണിൽ പേളിയും ശ്രീനിഷും ഉണ്ടല്ലോ, അവർ പരസ്പരം സ്നേഹിച്ചവരാണ്. അവർ പരസ്പരം വിവാഹം കഴിക്കാനോ ഒന്നിച്ച് ജീവിക്കാനോ ആഗ്രഹിച്ചവരായിരുന്നല്ലോ. ആ സമയത്ത് അവർ ഫേസ് ചെയ്ത ചലഞ്ചുകൾ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നറിയോ. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവർ. കാരണം ഈ ഷോയ്ക്കകത്ത് അങ്ങനെ പറ്റൂ. ഗെയിം വരുമ്പോൾ പരസ്പരം ഓപ്പോസിറ്റ് കളിക്കേണ്ടി വരും. ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. പരസ്പരം പലതും പറയേണ്ടി വരും. അങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു അവർക്ക് സീസൺ ഫസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിങ്ങനെ ഓരോ സീസണിലും ബന്ധങ്ങൾ നമ്മൾ ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മാത്രം ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് കളയുക എത്രയും പെട്ടെന്ന്. അതും ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് തോന്നാതിരിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. പിന്നെയും അത് ചുമലിൽ കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പണിയായിട്ട് മാറും. ഇന്നിപ്പോൾ രാവിലെ ഷാനവാസുമായിട്ട് ആദില പറഞ്ഞത് വളരെ നന്നായി. ഇനി അവർക്ക് അവരുടെ ഗെയിം കളിക്കാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയേണ്ടി വരും, ഗെയിം കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അങ്ങനെയൊക്കെ പോയ ആൾക്കാരുണ്ട് ബിഗ് ബോസിനകത്ത്. ഗബ്രിയും ജാസ്മിനും അവസാനം വരെ അവർ കട്ടയ്ക്ക് ഒന്നിച്ചു നിന്നു. വേറെ ആരുടെയും മാനിപ്പുലേഷനിൽ അവർ വീണിട്ടില്ല. സീസൺ 4 ജാസ്മിൻ, നിമിഷ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അവസാനം വരെ. നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും അവർ ഉണ്ടായിരുന്ന സമയത്ത് അവസാനം വരെ അവർ കട്ടയ്ക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നിന്നു. ഇപ്പോഴും മേ ബി ഫ്രണ്ട്സ് ആയിരിക്കും. സോ ബിഗ് ബോസിനകത്ത് റിലേഷൻസ് ബിൽഡ് ചെയ്താൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. ഗെയിമിന് വേണ്ടി കൂട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബാധ്യതയാവുകയും ചെയ്യും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.